ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുമയും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഫേസ്ബുക്കിനകത്ത് ഒരു കുഞ്ഞ് ഫോണ് പാരൻസ് മേടിച്ച് വെച്ചത് കാരണം മറ്റേ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്നത് പാരൻസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ കുഞ്ഞുനാളിൽ എനിക്കും 2 മക്കളാണ്. ഒരാൾ ഇനി 4ാം ക്ലാസ്സിലും ഒരാൾ UKGയിലുമാണ്. അപ്പം എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറയാം. മോൻ എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 ദിവസം വേണമെങ്കിലും ഫുഡ് കഴിക്കേണ്ടാവുന്നിരിക്കും. ആ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം ഞാനൊരു മറ്റേ യൂട്യൂബിനകത്ത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കുന്ന ഇംഗ്ലീഷുകാരുടെ ഒരു ചാനലൊക്കെ വെച്ചിട്ട് കാർട്ടൂണിൻ്റെ ചാനൽ വെച്ചിട്ട് ഫുഡ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കിത് കുറച്ച് ദിവസം അത് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡിനോ എനിക്കോ മൊബൈൽ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് കുഞ്ഞ് അതിൻ്റെ അഡിക്റ്റ് ആവുന്നെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനും ഫോൺ യൂസ് ചെയ്ത് കുറഞ്ഞു. അതോടെ എനിക്ക് തോന്നുന്നു നമ്മളും കുറച്ചപ്പോൾ അവൻ ആ ഫോണിൻ്റെ മൈൻഡിൽ നിന്നേ പോയി. ഇപ്പം നമ്മൾ ഒരാളിൽ പാകപ്പഴ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2ാമത്തെ ആൾ അന്നമോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫോൺ കൊടുത്ത് അങ്ങനെ ഫുഡ് കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഒരിടത്ത് ഇരുന്ന് ഫുഡ് കുഞ്ഞിലേ കൊടുത്ത് ശീലിപ്പിച്ചു. അത് തന്നെയാണ് അവരങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് TV കൊച്ചി TV വെച്ചിട്ടോ ഒന്നും ഫുഡ് കഴിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ. കൊച്ചി TV എന്താണെന്ന് എൻ്റെ മോൻ LKG സ്കൂളിൽ പോകുന്നത് വരെ എനിക്ക് കൊച്ചി TVക്കകത്തുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വളർന്നു വന്നതാണ്. ഇപ്പോൾ LKG സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ബ്രേക്ക് ടൈമിലൊക്കെ കൊച്ചി TV ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കൊച്ചി TVക്കകത്തുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഡിഷ് ഒരു ദിവസം സെറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ ചാനൽ ഏതാണെന്ന് ഡിഷ് സെറ്റ് ചെയ്യുന്ന ചേട്ടനോട് ചോദിച്ചു. ചാനലിൻ്റെ നമ്പർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ചാനലിൻ്റെ നമ്പർ അവൻ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 525 എന്ന് പറഞ്ഞിട്ട് ചുമരിൽ എഴുതി വെച്ചിട്ട് ആദ്യം കണ്ടുപിടിച്ച ചാനലാണ് കേട്ടോ. പിന്നെ ചാനലിങ്ങോട്ട് മാറ്റി ആൾ പഠിച്ചെടുത്തു. അപ്പോൾ പിന്നെ എനിക്കത് മനസ്സിലായി. കാരണം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ പാരൻസ് തന്നെയാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുത്ത് ശീലിപ്പിക്കും. കുഞ്ഞുനാളിൽ അവരൊന്ന് അടങ്ങിയിരിക്കാനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് ഫോൺ എടുക്കും. അത് കഴിഞ്ഞിട്ട് കൊറോണ ടൈമിൽ ഈ ഫോൺ ഉപയോഗിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഫോണിനകത്തങ്ങ് അഡിക്റ്റായി. ഇപ്പോഴും സ്കൂളിലെ ടീച്ചേഴ്സ് നോട്ട് ഇടുന്നായിരുന്നാലും ഒരു വെക്കേഷൻ ടൈമിലായാലും ഒരു അവധി ദിവസങ്ങളായിരിക്കും ഇന്ന നോട്ട് എഴുതിപ്പിക്കണം അല്ലെങ്കിൽ ഇന്ന പോർഷൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് അപ്പോൾ വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ പാരൻസ് നിർബന്ധിതമാവും അവർക്ക് മക്കൾക്ക് കൊടുക്കാൻ. പക്ഷെ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് എന്ത് നോട്ടിട്ടാലും ഞാൻ കൊടുക്കത്തില്ല, ഉറപ്പായ കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ സ്കൂൾ ക്ലാസ് ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും. ഇപ്പോൾ ഇത് സ്കൂൾ അടച്ചിട്ട് ഇപ്പോൾ 2 മാസമാവുന്നു. 2 മാസം കൊണ്ടും ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിനകത്ത് ഇന്ന പഠിപ്പിക്കണമെന്ന് പറഞ്ഞിടാറുണ്ട്. ഒറ്റ ഇതുപോലും ഞാൻ സത്യം പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടില്ല. ഇതുപോലും ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല. അവർക്ക് ഇന്ന നോട്ട് ടീച്ചർമാർ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവർ പഠിക്കണമെന്ന് ഞാൻ ട്യൂഷന് വിടുന്നുണ്ട്. അക്ഷരങ്ങൾ വായിക്കാനൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ നമ്മൾ സർക്കാർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, പ്രൈവറ്റ് സ്കൂളിലൊന്നും അല്ലല്ലോ. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട സമയത്ത് അവർക്ക് പഠിപ്പിക്കാം. അപ്പോൾ ഏത് സ്കൂളിലായിരുന്നാലും സ്കൂളിൽ പഠിപ്പിക്കേണ്ട സമയത്ത് ടീച്ചേഴ്സിന് പഠിപ്പിക്കാം. അപ്പോൾ ഫോണിൽ ഇട്ട് കൊടുത്ത് തന്നെ പിള്ളേരെ പഠിപ്പിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ മൊബൈല് പിള്ളേർ കുറച്ചും കൂടെ അഡിക്റ്റ് ആവുന്നത് പാരൻസും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാരൻസും ടീച്ചേഴ്സും കാരണമാണ് കേട്ടോ. ഇപ്പം മൊബൈൽ കൊടുക്കാതെ ഒരു കൊച്ചുങ്ങളിങ്ങനെ ആക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ടീച്ചേഴ്സ്, ഇപ്പം ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ മൊബൈൽ കൊടുക്കാണ്ട് ആക്കിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ നിന്ന് നോട്ടിടുമ്പോൾ നമ്മൾ കൊടുത്തു പോകും. അപ്പോഴേക്കും വീണ്ടും അവർ മൊബൈലിലോട്ടാവും. ഇതാണ് വാസ്തവം അല്ലേ. അപ്പോൾ ഇത് വരാതിരിക്കണമെങ്കിൽ ടീച്ചേഴ്സും ശ്രദ്ധിക്കണം, പാരൻസും ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.